നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പോള് എന്താണ്, സുവിശേഷത്തിന് വിഘാതം വരുത്തുന്നതായ യാതൊരു കാര്യത്തിലും ഇടപെട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടം സഹിച്ചിട്ടും കൊരിന്ത്യരിൽ നിന്ന് പണം ചോദിക്കാൻ, അവർ കൊടുത്താടുന്നേ വാങ്ങിക്കത്തില്ലെന്നല്ല, പൗലോസാരുടെയും പണം നിഷേധിച്ചതായിട്ട്, അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളുടെ പണം നിഷേധിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷേ അവരിൽ നിന്ന് പണം ചോദിച്ച് വാങ്ങിക്കാനായിട്ട് പോൾ ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാം, അത് സുവിശേഷത്തിന് വിഘാതം വരുത്തും എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ്. എന്നാൽ പോൾ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം ആരിലാണ്? ജനങ്ങളിലാണ്. ജനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് പോളിന് അതിനിടയ്ക്ക് പണത്തിന് ആവശ്യമൊന്നും ഉണ്ടാകാതിരുന്നില്ല. പണത്തിന് ആവശ്യമുണ്ടായപ്പോൾ ദരിദ്രരായ മക്കതോന്യ സഭകൾ കൊടുത്തത് പോൾ കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇല്ല, ദരിദ്രരായ മക്കതോന്യ സഭ കൊടുത്തത് കൈ നീട്ടി സ്വീകരിച്ചു. കാര്യം മക്കതോന്യ സഭകളുടെ കൊടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ എല്ലായ്പ്പോഴും ആ പണം പൗലോസ് വാങ്ങിക്കുന്നത് അവരോട് പൗലോസ് കാണിക്കുന്ന ഒരു ഭാഗ്യം എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ഒരു ഔദാര്യം എന്നുള്ള നിലയിലാണ് പല സമയത്തും കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഈ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയാ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അവിടെ പറഞ്ഞൊരു വാക്യം ഇതാണ്: യെരുശലേമിലെ സഭകളിൽ ദാരിദ്ര്യം ഉണ്ടായപ്പോൾ ആ സഭകൾക്ക് വേണ്ടി പണം പിരിച്ചു കൊടുക്കാനായിട്ട് പോള് തീരുമാനിച്ചു. അങ്ങനെ പണം പിരിച്ച കൂട്ടത്തിൽ മക്കതോന്യ സഭകളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ല. കാര്യം ആ ഒരു പാവങ്ങൾ, അവരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് വെച്ച് വാങ്ങിക്കാൻ ശരിക്കും, അല്ലെങ്കിൽ അവരോടത് പറഞ്ഞില്ല. പക്ഷേ ആരോ ഒക്കെ പറഞ്ഞറിഞ്ഞു യെരുശലേമിലെ സഭയ്ക്ക് പ്രയാസമുണ്ടെന്ന്. അപ്പോൾ യെരുശലേമിലെ സഭയ്ക്ക് പണം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പോളിനോട് ഇവർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളോട് എന്താ പാസ്റ്ററെ പറയാഞ്ഞ്, ഞങ്ങളും കൂടെ സഹകരിക്കാൻ സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്തു ചെയ്തു? അവർ അപേക്ഷിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അതായത് വാങ്ങിക്കുന്ന ആൾ നമുക്ക് ചെയ്യുന്ന ഒരു വലിയ ഔദാര്യമാണ് അത് വാങ്ങിക്കുന്നത് എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ. അതാണ് ശരിയായിട്ടുള്ള ക്രിസ്തീയമായ കൊടുപ്പെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഔദാര്യം ചെയ്യുന്നത് പോലെ കൊടുത്താൽ കർത്താവ് സ്വീകരിക്കത്തില്ല. കർത്താവ് സ്വീകരിക്കണമെങ്കിൽ സ്വീകരണത്തിലൂടെ കർത്താവ് നമുക്ക്, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആൾ നമുക്കൊരു ഔദാര്യം ചെയ്യുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജാണ് ശരിക്കും ആവശ്യമായിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ചിലവാക്കാനും ചിലവാകുവാനും. ചിലവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. എന്നിട്ട് അത് മാത്രം പോരാ, ചില ആളുകളുടെ ചിന്ത, ഞാൻ വല്ലതും കൊടുത്തേക്കാം, എനിക്ക് ചിലവാകാനും ചിലവായി പോകാനും ഒന്നും എന്നെ കൊണ്ട് പറ്റുകയില്ല. അതല്ല, കർത്താവിന് നമ്മളെയാണ് വേണ്ടത്. ആദ്യമായിട്ട് വേണ്ടത് നമ്മളെയാണ്. നമ്മളെ കൊടുക്കാതെ നമുക്കുള്ളത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് പ്രത്യേകിച്ച് കൊടുക്കുന്നെന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം നമുക്കുള്ളത് നാം തന്നെ അവൻ്റെ വകയാണെങ്കിൽ നമുക്കുള്ളതെല്ലാം ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാണ്. ജോൺ വെസ്ലി പറഞ്ഞൊരു വാക്യമുണ്ട്: ഏൺ ആസ് മച്ച് ആസ് യു ക്യാൻ and save as much as you can and spend as much as you can for the kingdom of God. Earn as much as you can. വെറുതെ പണിയെടുക്കാതെ വീട്ടിൽ കുത്തിയിരിക്കരുത്. പണിയെടുത്ത് earn as much as you can and save as much as you can. പണിയെടുത്ത് പണം ഉണ്ടാക്കിയെന്ന് വെച്ചുകൊണ്ട് ആ പണം മുഴുവൻ തോന്നിവാസം കളയരുത്. Save as much as you can. എന്തിനാണെന്നറിയാമോ? So that we can spend for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ പണിയെടുക്കാതിരിക്കുന്നതിനെ വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. പണിയെടുത്ത് എനിക്ക് പണം ഉണ്ടെന്നും വെച്ച് തൂർത്തടിക്കുന്നതിനെ വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. എന്നാൽ സേവ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? സേഡ്ജി പറഞ്ഞ പോലെ 21ാമത്തെ തലമുറയ്ക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? ദൈവരാജ്യത്തിന് വേണ്ടി. വി ആർ സേവിങ് ഇറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിന് വേണ്ടി. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ബിക്കോസ് വി ഇൻവെസ്റ്റ് ഇൻ ഇറ്റേണിറ്റി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇറ്റേണിറ്റിയിലാണ്. ഇറ്റേണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് ജനങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ആ ഭാഗം ഞാൻ ഓടിച്ചെന്ന് പറയുന്നതേ ഉള്ളൂ. എല്ലാം ഇപ്പം ഓടിച്ച് പറയാനേ പറ്റുള്ളൂ. അതിൻ്റെ 16-ാം അധ്യായത്തിൽ നമുക്ക് കർത്താവ് പറഞ്ഞ ഒരു ഉപമ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു കാര്യവിചാരകൻ്റെ കണക്ക് കർത്താവ് ചോദിച്ചിട്ട് അവൻ വളരെ ഷ്രൂഡായിട്ട് ഇടപെടുന്നതായ കാര്യം. പിന്നെ
അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഒരു കാര്യവിചാരം ഉണ്ടായിരുന്നു. അവൻ തൻ്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവനെ വിളിച്ച്, നിന്നെ കൊണ്ട് കേൾക്കുന്നത് എന്ത്? നിൻ്റെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാളെ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരകത്വത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരകത്വത്തിൽ നിന്ന് നീക്കിക്കളവാൻ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണു എന്ന് എനിക്ക് അറിയാം എന്ന ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനൻ്റെ കടക്കാരിൽ ഒരുത്തനെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാനൻ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവനവനോട്, നിൻ്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് അത് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്നവൻ പറഞ്ഞു. അവനോട്, നിൻ്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നോക്കുക, ഈ ഉപമയുടെ അർത്ഥം, ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് പറയുന്ന ചില ഉപമകളുമുണ്ട്, പാരബിൾസും ഉണ്ട്, പാരഡോക്സസും ഉണ്ട്. പാരബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അലങ്കാരം എന്ന് പറയുന്നത്, അതുപോലെ നീയും ചെയ്യാൻ പറയുന്നതാണ് പാരബിൾസ്. എന്നാൽ അതങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും എന്ന് പറയുന്നതാണ് പാരഡോക്സസ് ആണ്. ഇവിടെ ഈ ഭാഗം വായിച്ചിട്ട് ആരും ചിന്തിക്കരുത് ഈ അനീതിയുള്ള കാര്യസ്ഥനെ ദൈവം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നെന്ന്. അങ്ങനല്ല അതിൻ്റെ അർത്ഥം. അനീതിയുള്ള കാര്യസ്ഥൻ ബുദ്ധിയോടെ പ്രവർത്തിക്കൊണ്ട് അവനെ പ്രശംസിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രശംസിച്ചെന്ന് പറയുമ്പോഴും ഈ വേദപുസ്തകത്തിൻ്റെ ടോൺസ് ഉണ്ട്. ആ സംസാരിക്കുമ്പോൾ ടോണാണ് ഈ അർത്ഥമെല്ലാം മാറ്റിമറിക്കുന്നത്. പലപ്പോഴും ഈ ടോണാണ്. ഇപ്പോൾ ഇവൻ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യജമാനൻ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കൊള്ളാവല്ലോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതെന്നാണ് എൻ്റെ അർത്ഥം. ആണോ? നമ്മൾ ഒരുത്തനോടൊരു കാര്യം പറയും, കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ ടോണിൽ പറയുന്നത് എന്താണ്? നീ ആൾ മോശമല്ലല്ലോ, നീ ഭയങ്കര ഷാർപ്പായിട്ട് ഇടപെട്ടു, ഇത് ഒരു അതിബുദ്ധിയായിപ്പോയി എന്നാണ് പറയുന്നല്ലേ, റൈറ്റ്? ഇവിടെ ഈ യജമാനൻ അവനെ പ്രശംസിച്ചെന്ന് പറയുന്നത് അവൻ്റെ ഈ കള്ളത്തരം അപ്രീഷിയേറ്റ് ചെയ്തെന്നല്ല പറയുന്നത്. പ്രത്യുത അവന് ബുദ്ധി ഉണ്ടെന്നുള്ളത് സമ്മതിച്ചു. എന്താണ് അവൻ്റെ ബുദ്ധി? അവന് മനസ്സിലായി, ഇനിയും കുറച്ച് നാളുകൂടെ ഞാൻ ഈ യജമാനൻ്റെ കൂടെ ഉള്ളൂ. ഇനി ഈ യജമാനന് വേണ്ടി പണിയെടുത്തിട്ടും യജമാനനെ വേണ്ടി നിന്നിട്ടും ഒന്നും നേടാനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ ജീവിക്കേണ്ടത് പുറത്താണ്. അന്നേരം എനിക്ക് സ്നേഹിതന്മാർ വേണം, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അവിടെയാണ് എനിക്ക് സ്നേഹിതന്മാരെ വേണ്ടത്. അപ്പോൾ അവൻ മനസ്സിലാക്കിയൊരു കാര്യം, എൻ്റെ ഇവിടുത്തെ സമയം കുറച്ചേ ഉള്ളൂ, കൂടുതൽ സമയം പുറത്താണ്, അല്ലെങ്കിൽ ഈ യജമാനൻ്റെ ഫാമിന് പുറത്താണ് ഇനിയിപ്പോൾ അവൻ താമസിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ കൂടുതൽ സ്നേഹിതന്മാരെ പുറത്തുണ്ടാക്കാൻ നോക്കി, ഇൻസൈഡിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ. ഇതേപോലെ തന്നെ കർത്താവ് നമ്മളോട് പറയുകയാണ്, അവൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നല്ലോ, അതായത് അവൻ ഇവിടെ ജീവിക്കുന്നത് ഇച്ചിരി കാലത്തേക്കേ ഉള്ളെന്നും ഇനി ജീവിക്കാൻ പോകുന്നത് മുഴുവൻ പുറത്താണെന്നുള്ള ബുദ്ധി അവന് ഉണ്ടായിരുന്നല്ലോ. നിനക്കൊക്കെ എന്നാ ബുദ്ധിയില്ലാത്തത്? നീ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു? ഇത്ര കാലമേ ജീവിക്കുന്നുള്ളൂ. പക്ഷേ ഈ ലോകത്തിൻ്റെ എന്താണ്, വെളിച്ച മക്കളെക്കാൾ ബുദ്ധിയേറിയവരാണ് ഈ ലോകത്തിൻ്റെ മക്കൾ. അവർക്ക് ഇത്രയും ബോധമുണ്ട്, ഞാൻ കുറച്ച് കാലത്തൊക്കെ ഇവിടെ ജീവിക്കുന്നുള്ളൂ, ഇനിയിപ്പോൾ ജീവിക്കാൻ പോകുന്നത് മുഴുവൻ എവിടെയാണ്? പുറത്താണ്. നമുക്കുണ്ടായിരിക്കേണ്ട ബുദ്ധി എന്താണ്? ഞാൻ ഇവിടെ കുറച്ച് കാലത്തേക്ക് ജീവിക്കുന്നുള്ളൂ, നിത്യകൂടാരം എനിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടുത്തെ ബുദ്ധി. അതായത് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ച് വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുകയാണെങ്കിൽ പണത്തിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, സ്നേഹിതന്മാരിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള സ്നേഹിതന്മാർ? നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്ന സ്നേഹിതന്മാർ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണവും ധനവും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം യു നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇറ്റേണിറ്റി. ഇതാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എവിടെ ആയിരിക്കണം? നിത്യതയിലായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇവിടെ പണം സ്പെൻഡ് ചെയ്യുക.
എങ്ങനെ സ്പെൻഡ് ചെയ്യുക? നിത്യതയിൽ പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യുക. എങ്ങനെയാണ് നിത്യതയിൽ ഗുണമുണ്ടാകുന്നത്? നിത്യതയിൽ പണം ചെല്ലത്തില്ല, പക്ഷേ നിത്യതയിൽ ആളുകൾ ചെല്ലും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. നിത്യതയിൽ പണം ചെല്ലത്തില്ല, പക്ഷേ നിത്യതയിൽ ആര് വരും? ആളുകൾ. അതുകൊണ്ട് ആളുകളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ളവരായിത്തീരുന്നത്. കാരണം അത് അവസാനിക്കുമ്പോൾ, പണം തീരുമ്പോഴല്ല, നമ്മുടെ ജീവൻ അവസാനിക്കുമ്പോൾ, നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ അനേക ആളുകൾ കൂട്ടുകാരായിട്ട് വേണം. നിത്യതയിൽ അവരെന്നെ കാണുമ്പോൾ പറയണം, അയ്യോ സാജു അന്ന് എന്നെ കാറെ കയറ്റിക്കൊണ്ട് മീറ്റിങ്ങിന് പോയില്ലേ, അന്ന് ആ മീറ്റിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. അയ്യോ ബ്രദറെ, അന്ന് ആശുപത്രിയിൽ ഞാൻ കിടന്നപ്പോൾ എന്നെ വന്ന് കണ്ട് എനിക്ക് മരുന്നിന് പൈസ ഉണ്ടോ എന്ന് ചോദിച്ച് ആ മരുന്നിന് പൈസ തന്നതില്ലേ. അയ്യോ അന്ന് ഞാൻ മനസ്സിലാക്കി ഇയാൾ വെറുതെ പ്രസംഗിക്കുമൊന്നും അല്ല, ഇയാളുടെ ഹൃദയത്തിലൊരു സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്നാ ഞാൻ വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ തുടങ്ങിയത് ബ്രദറെ. ഞാൻ പണം സ്പെൻഡ് ചെയ്യുന്നു, എൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു അമ്മച്ചി പറയുന്നു, മോനെ അന്ന് ഞാൻ ആ റോഡ് കടക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ താഴെ വീഴാൻ തുടങ്ങിയതാ, കുഞ്ഞെന്നെ വന്ന് എൻ്റെ കയ്യിലെ ബാഗും വാങ്ങിച്ച് അപ്പുറത്ത് കയറ്റി വിട്ടില്ലേ. അപ്പം ഞാൻ ചിന്തിച്ച് ഇക്കാലത്ത് എങ്ങനെയായി ഇങ്ങനെയുള്ള പിള്ളേരുണ്ടോ? അതുകൊണ്ട് അന്നേരം അന്നേരം എന്നോട് പറഞ്ഞില്ലയോ യേശുവിൻ്റെ കാര്യം? അന്നാണ് ഞാനിതൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം നമുക്കെന്താകും? നിത്യതയിൽ സ്നേഹിതന്മാരാകും. നിത്യതയിൽ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പണവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ ആരോഗ്യവുമെല്ലാം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിത്യതയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സ്നേഹത്തിലുണ്ടാക്കിക്കോണം. ധാരാളം ആളുകളെ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ബാക്കിയൊന്നും ചെല്ലത്തില്ല, പക്ഷേ നമ്മൾ എത്ര ആത്മാക്കളെ നേടിയോ അവരെല്ലാം നമ്മളെ ചേർക്കാനായിട്ട് അവിടെ നമ്മളെ കാത്തിരിക്കും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇൻവെസ്റ്റ് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിത്യതയിൽ പണം നിക്ഷേപിക്കാൻ. നിത്യതയിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ? അത് സ്പെൻഡ് ചെയ്ത് ആത്മാക്കളെ നേടുക എന്നുള്ളത്. അത് സ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിച്ച് ആൾ കളിക്കാനോ പത്രത്തിൽ പണം വരാനൊന്നും അല്ല. എന്തിനാണ്? നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? ഇവരൊക്കെ ഈ നിത്യതയിൽ ചെല്ലണം. അതിനുവേണ്ടി മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ അതിനുവേണ്ടി മാത്രം നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ഒരുപക്ഷെ അന്നേരം അറിയത്തില്ല അതിൻ്റെ, ചിലപ്പം എന്താണ്, വിശ്വാസി ആവുകയാണെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്നാനപ്പെടുകയാണെങ്കിൽ കാശിലാവുന്ന ആരോട് പറയരുത്. അങ്ങനല്ല. ഇതൊക്കെ സ്നേഹിതനാകുന്നത് തന്നെ അവിടെയാണ്. അവിടെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്, നമ്മൾ അറിയാതെ സഹായിച്ചതൊക്കെ അവരുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാക്കി, വലിയ വ്യതിയാനങ്ങളുണ്ടാക്കി. അതാണ് ആത്യന്തികമായി അവരെ യേശുക്രിസ്തുവിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് നിങ്ങളങ്ങ് മാറിക്കോ. ഈ നമ്മളിപ്പം ഒരു ഷെയറിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല, അല്ലേ? അത് സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് കറക്റ്റ് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ അങ്ങ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടിയല്ല, ആർക്ക്? മറ്റുള്ളവർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ എങ്ങനെ വ്യാപരിക്കുന്നു എന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതൊക്കെ എങ്ങനെ ആത്മാക്കളായി തീർന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത് പോലും. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വലിയ ഒരു മനോഭാവം നമുക്ക് അത്യാവശ്യമാണ്. പോള് നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് എന്താ അവന് പറയുന്നു, നിങ്ങളാണ് എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയുടെ മുദ്ര ജനങ്ങളാണ്. ആ ജനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റൂ. പണം മാത്രം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പണവും ആരോഗ്യവും സമയവും നിങ്ങൾ പോയി കാണണം. നിങ്ങളിവിടുന്ന് കുറച്ച് കാശ് അയച്ചു കൊടുത്താലൊന്നും ആരെയും കർത്താവിലേക്ക് നയിക്കാൻ പറ്റിയില്ല. പലർക്കും ആവശ്യമുള്ളത് പണമല്ല. പണം ആവശ്യമുള്ള ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. പലപ്പോഴും ആളുകൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ സമയമാണ്, അല്ലേ? നിങ്ങളുടെ സമയം. ആശുപത്രിയിൽ ആരുമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി, അവർക്ക് ചിലപ്പം മക്കൾ പണം അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, ഇഷ്ടംപോലെ പണം കാണും, അവർക്ക് പണം എന്തോ ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല. പക്ഷേ അവരുടെ അടുത്ത് പോയി നിരിക്കാൻ ആരുമില്ല, ഇല്ലേ? അവർക്ക് പണം വേണ്ട, അവർക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, പക്ഷേ നിങ്ങളുടെ സമയം അവർക്ക് വേണം. ചിലർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ആരോഗ്യമാണ്, ചിലർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിച്ചു കൊടുക്കുന്നതായിരിക്കും. ചിലർക്ക് ആവശ്യമുള്ളത് ഒരു ടെലിഫോൺ കോൾ ആയിരിക്കും. എനിക്ക് പ്രായമുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നറിയാമോ? അവരോട് സംസാരിക്കാൻ അങ്ങനെ ഇങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമില്ല.
17 ഇയർ ഉള്ള ഒരു പെങ്കൊച്ചും 70 ഇയർ ഉള്ള ഒരു വലിയമ്മച്ചിയും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോട് സംസാരിക്കാനായിരിക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത്? 17 വയസ്സുള്ള ഒരു കൊച്ചും 70 വയസ്സുള്ള ഒരു അമ്മച്ചിയും ഇരിക്കുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ ചെന്ന് ഹായ് എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെ അടുത്തോടെ ചെല്ലുന്നത്? കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷേ ഈ അമ്മച്ചിയെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ആർക്കാണ് ആവശ്യമായിരിക്കുന്നത്? ആരും സഹായിക്കാൻ സംസാരിക്കാൻ ഇല്ലാത്തവരോട് വേണം സംസാരിക്കാൻ, അല്ലേ? അല്ലാതെ ആരും സംസാരിക്കാൻ കൊതിക്കുന്ന ആളുകളുടെ അടുത്ത് പിന്നെയും നമ്മൾ ചെന്ന് സംസാരിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള കഷ്ടപ്പെടുന്നവരായ ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, അവർ പറയുന്നൊന്ന് കേൾക്ക്. പലപ്പോഴും പ്രായമുള്ളവർക്ക് അവർ പറയുന്നൊന്ന് കേട്ടാൽ മതി, അല്ലാതെ തിരിച്ചൊന്നും മറുപടി ഒന്നും പറയണമെന്നൊന്നും യാതൊരു ഇതൊന്നുമില്ല. കേട്ടോണ്ടിരുന്നാൽ മതി. ഒരു നല്ല കേൾവിക്കാരനാകാൻ, ഒരു നല്ല കേൾവിക്കാരിയാകാൻ കഴിയുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അത് തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ആവശ്യമുള്ളപ്പോൾ വാക്കുകൾ കൊടുക്കുക. ആവശ്യമുള്ളപ്പോൾ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ ആവശ്യമുള്ളപ്പോൾ ഒരു ചെറിയ വാക്ക് മതി. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്ക് അവരെ ആത്യന്തികമായി നിത്യതയിൽ എത്തിച്ചെന്നിരിക്കും. നമുക്കറിയാൻ പറ്റില്ല. സ്പെൻഡ് ചെയ്യാണ്. വെൻ വി സ്പെൻഡ് വേർഡ്സ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ വേ, യു ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഇൻ ഇറ്റേണിറ്റി. സ്വർഗത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും നമ്മളുടെ വേദഭാഗത്തേക്ക് മടങ്ങി വരാം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രശംസിപ്പാനായിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. എനിക്ക് സുവിശേഷത്തെ പോൾ പറയാണ്, എനിക്ക് സുവിശേഷത്തിൽ റോമാലേഖനത്തിൽ നമ്മൾ കാണുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം അത് ജീവനുള്ള അല്ലെങ്കിൽ ജീവിപ്പിക്കുന്നതാണ്. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നീട് യവനനും, അത് ദൈവ ശക്തിയാകുന്നു. രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. നമ്മളെ രക്ഷയ്ക്ക് പ്രാപ്തമായ ഒരു മെസ്സേജ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് തന്നെയല്ല, ഞാൻ എക്യുപ്ഡാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിസ്സഹായരല്ല. പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം, ഒരാളെ സഹായിക്കണമെന്ന് എനിക്കുണ്ടെങ്കിലും, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 1 കോടി രൂപ കടക്കാരൻ അല്ലെങ്കിൽ 10 കോടി രൂപ കടക്കാരനെ കാണുമ്പോൾ എനിക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കൊടുക്കാനില്ലെങ്കിൽ ഞാൻ നിസ്സഹായനാണ്. എന്നാൽ നരകത്തിലേക്ക് പോകുന്ന ഈ ഭൂമിയിലെ ഏത് വ്യക്തിയെ കാണുമ്പോഴും നമ്മൾ നിസ്സഹായരല്ല. കാരണം അവനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നിരപ്പിൻ്റെ വചനം കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക്, 1 Corinthians chapter 1 verse 17 onwards വായിക്കുമ്പോൾ അവിടെ പോൾ പറയുന്ന വാക്കുണ്ട്, സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര ക്രിസ്തു എന്നെ അയച്ചത്, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അപ്പോൾ ഈ മെസ്സേജ് എങ്ങനെയുള്ള മെസ്സേജാണ്? അത് ക്രൂശിൻ്റെ വചനമാണ്. ക്രൂശിൻ്റെ വചനം. സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര ക്രിസ്തു എന്നെ അയച്ചതെന്ന് പറയുന്നത് ആരും ചിന്തിക്കരുത് സ്നാനം ആവശ്യമുള്ള കാര്യമല്ലെന്ന്. പോൾ ഈ പറയുന്ന സാഹചര്യം ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. അതായത് പോള് കൊരിന്തിൽ ചെന്നപ്പോൾ ആദ്യം വിശ്വാസത്തിലേക്ക് വന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രിസ്പോസ് എന്ന പള്ളി പ്രമാണിയും അവൻ്റെ കുടുംബവുമാണ്. അതോടുകൂടെ ആ സമയത്ത് വന്ന കുറച്ച് പേരെ പോൾ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. പോൾ സ്നാനപ്പെടുത്തി. അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ഞാൻ ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുപോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല. പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചുവെന്ന് ആരും പറയാതിരിപ്പാൻ തക്കവണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും സ്നാനം കഴിപ്പിപ്പായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവെന്ന് ഞാൻ ഓർക്കുന്നില്ല. പോൾ പറഞ്ഞത് സ്നാനം മോശമാണെന്നോ ആവശ്യമില്ലാത്തതാണെന്നോ അല്ല. ഇത് ചിലപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അയച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ്, സ്നാനം കഴിപ്പിപ്പാൻ അല്ല എന്ന് വെച്ചാൽ പൗലോസ് സ്നാനം കഴിപ്പിച്ചില്ലയോ? കഴിപ്പിച്ചല്ലോ. ക്രിസ്പോസിനെയും സ്തെഫാനോസിനെയും മറ്റ് ഗായോസിനെയും ഒക്കെയും സ്നാനം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വന്നപ്പോൾ അവർ മറ്റുള്ളവരെ സ്നാനം കഴിപ്പിച്ചു. അത്രയേ ഉള്ളൂ കാര്യം. പോൾ ഇപ്പോൾ പറയുന്നത് ഞാൻ സ്നാനം കഴിപ്പിച്ചവരല്ല. ചിലർ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഒരാൾ കേഫാവിൻ്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പക്ഷം തിരിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, അദ്ദേഹമാണ് എന്നെ സ്നാനം കഴിപ്പിച്ചത്. അങ്ങനെ ക്രിസ്തു വിഭാഗിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ജനങ്ങളോട് പറയുകയാണ്, ഇപ്പം ഞാൻ വാസ്തവത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ കൂടുതൽ പേരെ സ്നാനപ്പെടുത്താഞ്ഞത്.
അത് സ്നാനം മോശമായിട്ടല്ല, എന്താണ് സ്നാനം ആവശ്യമില്ലാഞ്ഞിട്ടല്ല, വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു വിഭാഗിക്കപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി. അല്ലാതെ സ്നാനം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സെക്കൻഡറി സാധനമല്ല സ്നാനം. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചിടത്തെല്ലാം സുവിശേഷം അംഗീകരിച്ചവരെ പൗലോസ് സ്നാനപ്പെടുത്തി സഭയുണ്ടായി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ സ്നാനപ്പെടുത്തി, അത്രയേ ഉള്ളൂ കാര്യം. എന്നാൽ പോൾ പറയുന്നത് എന്താണ്? ഞാൻ സുവിശേഷം പ്രസംഗിപ്പാനാണ് എന്നെ അയച്ചത്. അത് തന്നെ എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കും. വാക്ചാതുര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പോളിൻ്റെ പേടി എന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോയാലോ. നമ്മൾ ഈ പ്രാസമൊപ്പിച്ച് 16 എന്തുവാന്ന് പറഞ്ഞാൽ കടിച്ചാൽ പൊട്ടാത്ത കുറച്ച്, അങ്ങനെ ഇപ്പോൾ ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. തുടങ്ങുന്നത് കായലാണെങ്കിൽ തീർക്കുന്നത് കായലായിരിക്കും. ഇങ്ങനെ കാടിച്ച് പൊട്ടിച്ച് പ്രസംഗിക്കുന്ന കേട്ടിരുന്നു പോകും. എന്താ പ്രസംഗിച്ചെന്ന് ചോദിക്കരുത്, അതറിയത്തില്ല, നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ പ്രസംഗിച്ച് വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ ക്രൂശ് അല്ല മുന്നേ വരുന്നത്, പ്രസംഗിക്കുന്നവനാണ് മുന്നേ വരുന്നത്. വാക്ചാതുര്യമുള്ള ഒരു പ്രസംഗകൻ്റെ പ്രത്യേക പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാതെ അയാൾ മുന്നേ വരും, ക്രൂശ് പുറകെ പോകും. പോൾ പറഞ്ഞു, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ പ്രസംഗിച്ച ചുമ്മാ നിന്ന് വർത്തമാനം പറയാമായിരുന്നു നിങ്ങളോടൊക്കെ. എന്തുകൊണ്ട്? എൻ്റെ വാക്ചാതുര്യയിൽ ക്രൂശ് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ നിശ്ചയിച്ചു. നമ്മൾ മറഞ്ഞു നിൽക്കണം, ക്രൂശ് മുന്നേ നിൽക്കണം. 2 പേരോടത്തിൽ നിന്ന് മീൻ പിടിക്കായിരുന്നു, ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയായിരുന്നു. ഒരുത്തിന് ഇഷ്ടം പോലെ മീൻ കിട്ടി, മറ്റവന് മീൻ കിട്ടിയതേ ഇല്ല. ഉടനെ മീൻ കിട്ടാഞ്ഞവൻ ചോദിച്ചു, എടാ നിനക്ക് എന്നാ ഇത്രയും മീൻ കിട്ടാൻ കാര്യം? എനിക്കൊരു മീൻ പോലും കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞ്, മീൻ പിടിക്കുന്നതിനൊരു ടെക്നിക്കുണ്ട്. എന്താണെന്നറിയാമോ? പിടിക്കുന്നവനെ മീൻ കാണരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മൾ ചെന്ന് ചൂണ്ടയൊക്കെ എടുത്തെറിഞ്ഞ് വലിയ എന്നൊക്കെ പറഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാക്കി ബഹളമൊക്കെ ഉണ്ടാക്കി ചൂണ്ടയിടാൻ പോയാൽ മീൻ വരുമോ? മീൻ വരത്തില്ല. മറ്റവനെന്ത് ചെയ്തു? മറഞ്ഞിരുന്നു. മീൻ വന്ന് നോക്കുമ്പോൾ ആരുമില്ല. ഒരു ഇത് മാത്രം, എന്താണ്, ഹുക്കിൻ്റെ അകത്ത് ഒരു എന്താണ് അതിൻ്റെ ഇത് മാത്രം, വിര, ഓക്കെ, ഒരു വിര മാത്രം, അതിനെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് മീൻ കൊത്തിയത്. നമ്മളൊക്കെ സുവിശേഷം പ്രസംഗിച്ചിട്ട് ആരും വരാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നമുക്ക് മറഞ്ഞിരിക്കാൻ അറിയത്തില്ല, നമ്മളങ്ങ് കയറി എക്സ്പോസ് ചെയ്യുകയാണ്. പോൾ പറയുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് ഞാൻ വാക്ചാതുരിയോടെയല്ല പ്രസംഗിച്ചത്. മുഴച്ചു നിൽക്കുന്നത് എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രമായിരിക്കണം. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ യേശുവിൻ്റെ ക്രൂശായിരിക്കണം മുന്നേ നിൽക്കേണ്ടത്. നിങ്ങളൊരു ഭവനത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞാലും യേശുവിൻ്റെ ക്രൂശായിരിക്കണം മുന്നേ നിൽക്കുന്നത്. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശായിരിക്കണം. നിങ്ങളുടെ വീരകഥകളൊന്നും പറയാൻ വേണ്ടിയല്ല, നിങ്ങളുടെ വീരകഥകൾ പറയാൻ വേണ്ടി അല്ല കർത്താവ് നിങ്ങളെ എവിടെ ആക്കിയിരിക്കുന്നത്. ആരോടും പ്രസംഗിച്ചാലും രോഗശാന്തി അല്ല മുന്നേ നിൽക്കേണ്ടത്, അത്ഭുതമല്ല, പാട്ടല്ല, സൗണ്ട് സിസ്റ്റം അല്ല, ഇതൊന്നുമല്ല മുന്നേ നിൽക്കേണ്ടത്. മുന്നേ നിൽക്കേണ്ടത് എപ്പോഴും എന്താണ്? ക്രൂശ്. ഞാൻ ബോംബെയിൽ ഒരു യൂത്ത് മീറ്റിങ്ങിന് പ്രസംഗിച്ചപ്പോഴത്തേക്ക് അന്നായിരുന്നു ഹിൽ സോങ്സ് അവിടെ പ്രസംഗിക്കാൻ പാട്ട് പാടാൻ വന്നത്, ഹിൽ സോങ്സ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പയ്യൻ അവിടെ വന്നിട്ട് ഈ യൂത്ത് ക്യാമ്പിലെ ആളുകളെ ഇൻവൈറ്റ് ചെയ്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹിൽ സോങ്സിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് വരണം. അവൻ ഉപയോഗിച്ചോ, ഗായ്സ് എവരിബഡി ഷുഡ് കം, യു നോ വി ആർ യൂസിങ് ദ ബെസ്റ്റ് ഓഡിയോ സിസ്റ്റം ഇൻ ഏഷ്യ, ഓക്കെ. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വരണം. കാര്യം നമ്മൾ ഏഷ്യയിലെ ഏറ്റവും നല്ല ഓഡിയോ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും വരണം ഹിൽ സോങ്സിൻ്റെ പാട്ട് കേൾക്കാൻ. ആലോചിച്ച് നോക്കിയേ, ഇന്നിപ്പം നമ്മൾ ആളുകളെ വിളിക്കുന്നത് സെലിബ്രിറ്റീസിനെ മുന്നേ കാണിച്ചുകൊണ്ടല്ലേ. ഇന്നാര് വരുന്നുണ്ട് യോഗത്തിന്, ഇന്നാര് വരുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ വന്നേച്ച് പോടുന്നത് നമുക്ക് തന്നെ വേണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ് മുഴച്ചു നിൽക്കേണ്ടത്, സെലിബ്രിറ്റീസ് അല്ല, വാക്ചാതുര്യല്ല, അത്ഭുതമല്ല. 327 പേരെ ഉയർപ്പിച്ച കർത്തൃദാസനിത നമ്മുടെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നു. എവിടെ ഇത് കണ്ടെന്നുള്ളത് എനിക്കറിയാൻ വയ്യാത്തത്. ഈ കഥകൾ ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കരുത്. 327 പേരെ ഒരുത്തരം ഉയർപ്പിച്ചാൽ ഇവിടുത്തെ ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ വെറുതെ ഇരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? BBC ഉൾപ്പെടെ പറന്ന് ചെല്ലത്തില്ല ഇതെല്ലാം കൂടെ ചെയ്യാനായിട്ട്. ഇതെന്താ എന്നിട്ട് BBC വരാഞ്ഞത്? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് BBC വരാഞ്ഞത്? നിങ്ങൾ ഈ പറയുന്ന കെട്ടുകഥകൾ കേട്ടിട്ട് വലിയ ആവേശത്തോടെ പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടിയല്ലോ.
എന്തുകൊണ്ട് ചാടിയ ഒരു ചോദ്യം, ഇതന്നെ ടെലിവിഷനിൽ വരാഞ്ഞത്? ഏതാണെങ്കിലും ഒരുത്തൻ ഉയർത്താൽ തന്നെ ടെലിവിഷൻകാർ വെറുതെ ഇരിക്കുമോ? പണ്ടാണെങ്കിൽ ഇതൊക്കെ അറിയാൻ വയ്യായിരുന്നെന്ന് പറയാം. ഇന്ന് ഒരു 50 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ഒരു TV ചാനലും വെറുതെ ഇരിക്കത്തില്ല. ഞാൻ ജേർണലിസം പഠിച്ച ആളാണ്. നമ്മളൊരു സ്കൂപ്പ് നോക്കിയിരിക്കുകയാണ്, ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ, അല്ല ഒരു ജേർണലിസ്റ്റ് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ നോക്കിയിരിക്കുകയാണ്. ഇതെന്തോരും മരിച്ച ഒരാൾ ഉയർത്തുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളി കാര്യമാണോ? അത് മുഴുവൻ അന്നേരം തന്നെ എങ്ങനെയും പകർത്താൻ ആരാണ് നോക്കാത്തത്? എന്നിട്ട് എന്താ ഇത് TV വരാഞ്ഞത്? അതിൻ്റെ അടുത്ത് ഇത് ചുമ്മാ പറഞ്ഞതാണെന്ന്, അല്ലാതെ എന്തോന്ന്? അല്ലെങ്കിൽ തന്നെ ഒരാൾ മരിച്ചവർ ഉയർക്കുന്ന ഇത്ര വലിയ അത്ഭുതമാണ്. മരിച്ചവർ ഉയർക്കുന്നതിനേക്കാൾ വലുതാണ് പാപത്തിൽ മരിച്ച ഒരുത്തൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്. അതിനേക്കാൾ വലിയ അത്ഭുതമൊന്നുമല്ല മരിച്ചവർ ഉയർക്കുന്നത്. ഹല്ലേലൂയ. മരിച്ചവർ ഉയർക്കുന്ന വലിയ അത്ഭുതമൊന്നുമല്ല. കാര്യം കർത്താവിന് എന്തും ചെയ്യാം. മരിച്ചവരെ ഉയർപ്പിക്കാനും ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. അതിനെന്താ കർത്താവ്, അതൊരു വലിയ നമ്മളിപ്പം ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഞാൻ ഈ പോഡിയം ഇങ്ങോട്ടെടുത്ത് നീക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോ അയ്യോ എന്തോ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കത്തില്ല. എന്നാൽ ഇപ്പോൾ കുറച്ചും ഒരു കുഞ്ഞു വീട്ടിലെ കളിച്ചോണ്ട് നടന്നല്ലോ, അവൻ ഈ പോഡിയം എടുത്ത് തലയിലോട്ട് ഇങ്ങനെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ എന്ത് ചെയ്യും? കൈ കൊട്ടി പ്രോത്സാഹിക്കും. കണ്ടോ, അയ്യോ ഇച്ചിരയില്ലാത്ത കുഞ്ഞാ പോഡിയം പൊക്കി പിടിച്ചിരിക്കുന്നതുകൊണ്ടോ? എന്തുകൊണ്ടാണ്? അവൻ അതിനുള്ള കഴിവുള്ള ആൾ അല്ല. ഈസ് എ വെരി സ്മോൾ ബീയിങ്. അവനിത് കാണിക്കുമ്പോഴേ അത്ഭുതമുള്ളൂ. ഞാൻ കാണിച്ചാൽ ഇത് അത്ഭുതമില്ല. മരിച്ചവരെ ഞാൻ ഉയർപ്പിച്ചാലേ ഉള്ളൂ അത്ഭുതം. ദൈവം ചെയ്ത എന്തോന്ന് അത്ഭുതം. അപ്പം അതുകൊണ്ട് ഈ മരിച്ചവരെ ഉയർപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാർട്ടികളുടെ ചിന്ത എന്താ പറയുക? അവർ ഉയർപ്പിച്ചെന്നാണ്, അതാ ഇവർ പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മറഞ്ഞിരിക്കുന്നില്ല, മീൻ പിടിക്കാൻ പറ്റത്തില്ല. ഈ സ്റ്റോറീസ് കേട്ട് നിങ്ങൾ വിരളുകയൊന്നും വേണ്ട. മരിച്ചവർ ഉയർക്കട്ടെ. കർത്താവിന് എന്താ കഴിയാത്തത്? കർത്താവിന് സകലവും സാധ്യമാണ്. നമ്മുടെ സകലവും സാധ്യമാണ്. മനുഷ്യർ ഓർക്കട്ടെ. യേശു ലാസറിനെ ഉയർപ്പിച്ചു. യേശു പറഞ്ഞാൽ അത് എന്തും നടക്കില്ല. എന്തും ഒരു ചെറിയ ആൾ വലിയ കാര്യം ചെയ്യുമ്പോഴല്ലേ നമ്മൾക്ക് അത്ഭുതം ഉണ്ടാകുന്നത്. വലിയ ആളൊരു വലിയ കാര്യം ചെയ്യുമ്പോൾ എന്താ അത്ഭുതം? അതുകൊണ്ട് ഭൂമിയിലെ ഏത് രോഗസൗഖ്യവും അത്ഭുതമല്ല. കാരണം നമുക്ക് അത്ഭുതമാണ്, പക്ഷേ ദൈവത്തിനത് അത്ഭുതമല്ല. നമുക്ക് ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് സോ ഈസി. ഗാഡ് ക്യാൻ ഡു എനിത്തിങ്. എന്നാൽ അത്ഭുതം ഒന്നേ ഉള്ളൂ. ദൈവം ചെയ്യുന്ന വലിയ കാര്യമല്ല, ദൈവം ചെയ്യുന്ന ചെറിയ കാര്യമാണ് അത്ഭുതം. ദൈവം ചെയ്ത ഒരു ചെറിയ കാര്യം, അതായത് ദൈവത്തിന് വലിയ ഒരാളെ ചെറുതാകുന്നതാണ്. വലിയ ഒരാൾ വലിയ കാര്യം ചെയ്യുന്നതല്ല, വലിയ ഒരാൾ ചെറിയ കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്, അല്ലേ? രാഹുൽ ഗാന്ധി ഇവിടെ വന്നൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ നമ്മളൊക്കെ എത്ര പ്രാവശ്യം അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ? ആ കട നമ്മൾ എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട്? ആരെങ്കിലും TV-ക്കാർ വന്നോ? ആരെങ്കിലും ഇതുവല്ലോ എഴുതി? ഇല്ലല്ലോ. നോർമൽ തിങ്. പക്ഷേ രാഹുൽ ഗാന്ധി വന്ന് അവിടെ കാപ്പി കുടിച്ചപ്പോഴത്തേക്ക് ഇതൊരു വലിയ കാര്യമായി. സ്വർഗത്തിൽ ജീവിച്ച യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നതാണ് അത്ഭുതം. ഞാൻ ജിം ഇർവിനെ കണ്ടിട്ടുണ്ട്. ജെയിംസ് ബി ഇർവിൻ എന്ന് പറയുന്നത് ആംസ്ട്രോങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആസ്ട്രോനോട്ടാണ്. അദ്ദേഹം ചന്ദ്രനിൽ പോയിട്ടുള്ള ആളാണ്. ജെയിംസ് ബി ഇർവിൻ. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഐ മെറ്റ് ഹിം പേഴ്സണലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മരുപ്പച്ചയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, മാൻ വാക്കിംഗ് ഇൻ മൂൺ ഈസ് നത്തിങ് കമ്പയർഡ് ടു ഗാഡ് വാക്കിംഗ് ഓൺ എർത്ത്. മനുഷ്യൻ ചന്ദ്രനിൽ നടന്നത് ദൈവം ഭൂമിയിൽ നടന്നതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരത്ഭുതമുള്ളായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ പോയി നടന്നു എന്ന് പറയുന്നതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ അത്ഭുതമല്ല. പക്ഷെ കർത്താവ് ചെയ്ത വലിയ കാര്യമല്ല, കർത്താവ് ചെയ്ത ചെറിയ കാര്യമാണ് ഏറ്റവും വലിയ അത്ഭുതമായിരിക്കുന്നത്. എന്നാൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതൊന്നുമല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. എന്താണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഓൾവേസ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന്. കാരണം യേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ച് അത് മാത്രമാണ് രക്ഷിക്കപ്പെടുവാനുള്ള ദൈവശക്തി. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും
രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയാണ്. 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്, നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. അതൊരു ഫാക്റ്റാണ്. നശിച്ചു പോകുന്നവർക്കൊരു ഭോഷത്വമാണ്. നാശത്തിലേക്ക് പോകുന്നത് നമുക്കൊന്നും അവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലെല്ലാം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഹയർ ക്ലാസ്സിലുള്ള ഹിന്ദുസിനെ ഒക്കെ കണ്ട് സുവിശേഷം പറയുമ്പോഴെല്ലാം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഗോസ്പൽ ഈസ് ടു സിമ്പിൾ ഫോർ ദം. അവർ ചോദിക്കുന്ന ചോദ്യം, എടാ ഞങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ കുളിച്ച് ഈറനണിഞ്ഞ് എല്ലാ ശ്ലോകങ്ങളും ചൊല്ലി പോകാവുന്ന സകല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയി ചെയ്യാവുന്ന എല്ലാ പുണ്യപ്രവർത്തികളും ചെയ്ത് ജീവിതത്തിൽ എല്ലാ കൽപ്പനകളും അല്ലെങ്കിൽ അനുസരിച്ച് ജീവിച്ചിട്ട് ഞങ്ങൾക്ക് മോക്ഷം കിട്ടുന്നില്ല. നിങ്ങൾ പറയുന്നു 2000 വർഷം മുമ്പ് ഒരുത്തൻ മരിച്ചു, അവനിലൊന്ന് വിശ്വസിച്ചാൽ മതി, അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു, വിശ്വസിച്ചാൽ മതി, ആ ക്രൂശെ നോക്കിയാൽ ഉടനെ രക്ഷ പ്രാപിക്കുമെന്ന്. അതെങ്ങനെ പറ്റുന്നത്? കാര്യം അവരെ സംബന്ധിച്ചോളം അവർ പറയുന്നത് അറിയാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ. ഞങ്ങൾ ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് ഞങ്ങൾക്ക് രക്ഷ കിട്ടുന്നില്ല, പിന്നെ നിങ്ങൾ ഈ പറയുന്ന ക്രൂശിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഫോളിയാണ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കെന്താണ്? പക്ഷെ നമുക്കറിയാം ഈ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ സകല മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും നമ്മുടെ സകല ശിക്ഷാവിധി നമുക്ക് വിടുതൽ കിട്ടിയത് നമുക്കറിയാനായിട്ട് കഴിയും. നയമാൻ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. എടാ അവിടെ എത്രയോ നല്ല നദികളുണ്ട്. അറാബയിൽ അല്ലെങ്കിൽ സിറിയയിൽ എന്തുമാത്രം നല്ല നദികൾ വൃത്തിയുള്ള ഈ യോർദാൻ്റെ കലക്കവെള്ളത്തിൽ പോയി 7 പ്രാവശ്യം മുങ്ങാനോ? നല്ല നദി കുളിച്ചിട്ട് എൻ്റെ കുഷ്ഠരോഗം മാറിയില്ല, പിന്നാണോ ഈ കലക്കവെള്ളത്തിൽ മുങ്ങിയാൽ എൻ്റെ കുഷ്ഠം മാറുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫോളിയാണ്. പക്ഷേ അവൻ ആ വിഡിതം മാറ്റിവെച്ചിട്ട് ഒന്ന് മുങ്ങാൻ തയ്യാറായപ്പോൾ അവൻ്റെ ദേഹം പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലെ സുന്ദരമായി തീർന്നു നമ്മൾ കാണുന്നത്. ടു മെനി പീപ്പിൾ ക്രോസ് ഈസ് എ ഫോളി. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അതിനെയാണ് ശക്തിയാക്കി രൂപാന്തരപ്പെടുത്തിയത്. ബലഹീനതയാണ് ദൈവം ശക്തിയിൽ റോമാക്കാരുടെ പ്രത്യേകത, റോമാക്കാർ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ബെൻഹർ എന്ന നോവലിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിമിൽ മെസാള ബെൻഹറിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഏറ്റവും വലുതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്നത് ഇറ്റ്സ് പവർ. റോം വിശ്വസിക്കുന്നത് ശക്തിയിലാണ്. ശക്തി മെസലയുടെ ദൈവം ശക്തിയാണ്, അവരുടെ ദൈവം അപ്പോളോ ആണ്, ശക്തിയാണ്. ശക്തി ഇല്ലേ? ശക്തിയെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായ റോമാക്കാരുടെ ഇടയിലാണ് ബലഹീനതയുടെ സിമ്പലായിട്ടുള്ള ക്രോസ് ദൈവം രക്ഷയുടെ സിമ്പലാക്കി മാറ്റിയത്. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. അതുകൊണ്ടാണ് 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി. ഈ ലോകത്തിന് ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ക്രോസ് ലോകത്തിന് ഒരു ഫോളിയാണ്, ലോകത്തിന് പരാജയമാണ്, ലോകത്തിന് ജീവൻ്റെ അന്ത്യമാണ്. ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജീവൻ്റെ അന്ത്യമാണ്. എന്നാൽ ദൈവം അതിനെ ശക്തിയെന്നും വിജയമെന്നും ജ്ഞാനമെന്നും തുടക്കമെന്നും വിളിച്ചു. ക്രോസ് ഈസ് എ ബിഗിനിങ്. എല്ലാവരും പറഞ്ഞു ക്രോസ് ഈസ് ആൻ എൻഡ്, ബട്ട് ഗാഡ് കോൾ ക്രോസ് എ ബിഗിനിങ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ തുടക്കമാണ് ക്രോസ് എന്ന് പറഞ്ഞു. രക്ഷ ജ്ഞാനം കൊണ്ട് പ്രാപിക്കാൻ കഴിയുമെന്നാണ് നോസ്റ്റിക്സും അതുപോലെ ഇവിടെ ഇന്ത്യയിലുള്ള നമ്മൾ ഈസ്റ്റേൺ ഫിലോസഫിയിലും എല്ലാം ജ്ഞാനമാർഗം കൊണ്ട് രക്ഷ പ്രാപിക്കാമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ വേദവസം പറഞ്ഞു അല്ല, രക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്കാണ്, ജ്ഞാനികൾക്കല്ല, വിശ്വസിക്കുന്നവർക്ക്, ആശ്രയിക്കുന്നവർക്ക്. പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്, പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ. കാര്യം എന്നറിയാമോ? ഇത് വാക്ചാതുരി ഇല്ലാത്ത പ്രസംഗമാണ്. പലപ്പോഴും കേൾക്കുമ്പോൾ റീസണബിൾ അല്ലാത്ത പ്രസംഗങ്ങളാണ്. ആളുകൾ ഇവനെന്തോ പറയുന്നേ, ഇതെന്തോ പറയുന്നേ, ഇതിനകത്ത് എന്താ റാഷണാലിറ്റി, എന്താണ് ഇതിനകത്ത് യുക്തി, എന്താണ്? ആളുകൾക്ക് യുക്തിയായിട്ട് തോന്നുന്നില്ല. ഭോഷത്വം എന്ന് അവർ വിളിക്കുന്ന പ്രസംഗത്താൽ ലോകത്തിന് രക്ഷയൊരുക്കാനായിട്ട്, അതായത് പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ അവരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഗാഡ് വാസ് പ്ലീസ്ഡ്. ഈ ഭോഷത്വം വിശ്വസിച്ചവരാണ് ഇന്ന് ദൈവത്തോടു കൂടെ ജീവിക്കുന്നവരായ കർത്താവിൻ്റെ ക്രൂശിനാൽ രക്ഷിക്കപ്പെട്ട പ്രത്യേകത. 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. യഹൂദന്മാർക്ക് എന്താ വന്നാലും അടയാളമാണ്, സൈന്. അവരെപ്പോഴും ചോദിക്കുന്നത് സയൻസാണ്. കാര്യം അവരുടെ ഒരു പ്രത്യേകതയാണ്, അവരെപ്പോഴും സയൻസ് ചോദിക്കും. അതിനെന്താ അടയാളം? ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നത്, നീ ഒരു അടയാളം കാണിച്ചു തരിക. പക്ഷേ ചോദിച്ചിടത്തൊരിടത്തും കർത്താവ് എന്ത് ചെയ്തില്ല? അടയാളം കാണിച്ചു കൊടുത്തില്ല. കാര്യം രക്ഷ അടയാളത്തിലൂടെ അല്ല, വിശ്വാസത്താലാണ് ഉണ്ടാവേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചു.
യവനന്മാർ ജ്ഞാനം അന്വേഷിച്ചു. യവനന്മാർ എവിടെ ചെന്നാലും അതിനകത്തെ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഹൗ ക്യാൻ യു റാഷണലി മേക്ക് അപ്പീലിംഗ് ദിസ് തിങ് ടു അസ്? നിനക്ക് എങ്ങനെ യുക്തിപരമായി ഇത് തെളിയിക്കാനായിട്ട് പറ്റും? പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ജ്ഞാനം ഉപയോഗിച്ചില്ല. കാര്യം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ക്രൂശ് തന്നെ ആയിരിക്കേണ്ടതിന്. നോക്ക്, അന്വേഷിച്ചത് കൊടുത്തില്ല. കാര്യം അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഫെയ്ത്ത്, വിശ്വാസത്താൽ. അതാണ് കർത്താവ്. യഹൂദന്മാർക്ക് ഇടർച്ചയാണ്. 24-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർക്ക് 24-ാമത്തെ യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പ്രിയമുള്ളവരെ, യഹൂദന്മാർക്ക് ക്രൂശിൽ ഇടർച്ചയാണ്. കാര്യം അവർ പഠിച്ചു വച്ചിരിക്കുന്ന എന്താണ്? ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അതുകൊണ്ട് ക്രൂശ് ഒരിക്കലും അതൊരു ഇടർച്ചയായിട്ടാണ്. പക്ഷേ അവരാരും മനസ്സിലാക്കിയില്ല, ശപിക്കപ്പെട്ട നമ്മളുടെ ശാപം മാറ്റാനായിട്ട് ദൈവം യേശുവിനെ ക്രൂശിൽ കയറ്റി ശാപമാക്കുകയായിരുന്നുവെന്ന് അവരാരും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ദൈവം നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെ അങ്ങനെയാണ്, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും. വിളിക്കപ്പെട്ട, അല്ലെങ്കിൽ നമുക്കും ഇത് മനസ്സിലാകത്തില്ലായിരുന്നു. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുവാൻ അവന് പ്രസാദം തോന്നിയതാണ്. ജാതികൾക്കത് ഭോഷത്വമാണ്. ക്രൂശ് ഒരു പോരാളിയുടെ പരാജയമായിട്ടാണ് ജാതികൾ ചിന്തിച്ചത്. യേശു കർത്താവിനെ ക്രൂശിൽ, അതുകൊണ്ടാണല്ലോ അവർ ഏറ്റവും ഒടുവിൽ ക്രൂശിച്ച് കളയുന്നത്. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നവനാണ് ശക്തിയുള്ളവൻ. അതുകൊണ്ടാണ് നീ ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രൂശിനെ സഹിക്കുകയാണ്, അല്ലെങ്കിൽ ആ ക്രൂശിനെ അവൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. കാര്യം ക്രൂശ് മാത്രമാണ് രക്ഷയുടെ മാർഗമെന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു. യേശു ക്രൂശിക്കപ്പെട്ടിരുന്ന ഇല്ലായിരുന്നെങ്കിൽ, നീ ദൈവത്തിനെങ്കിൽ ഭൂമിയിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് ഇറങ്ങി വരാമായിരുന്നല്ലോ. ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ഹിം? യെസ്, ഇറ്റ് വാസ് പോസിബിൾ ഫോർ ഹിം. അവന് വേണമെങ്കിൽ ഇറങ്ങി വരാമായിരുന്നു. അവൻ ദൈവപുത്രനാണ്. കർത്താവ് പറഞ്ഞില്ല, യെസ് ഐ ആം ദ സൺ ഓഫ് ഗോഡ്, യു വോണ്ട് ടു സീ ദാറ്റ്? നിനക്ക് കാണണോ അത് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ സംഭവിക്കുന്നത്? നമ്മളൊക്കെ ഇന്നും നരകത്തിൻ്റെ അധീനതയിൽ തന്നെയായിരുന്നേനെ. പക്ഷേ അവനെ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്തുകൊണ്ട്? എന്നെയും നിങ്ങളെയും രക്ഷിക്കാനായിട്ട്. ആ ക്രിസ്തുവിൻ്റെ ക്രൂശാണ് വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. സുവിശേഷം എന്നാൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സുവിശേഷം സമം ക്രിസ്തു. എങ്ങനെയുള്ള ക്രിസ്തു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ക്രൂശിക്കപ്പെട്ട യേശുവാണ് സുവിശേഷം. 2 തിമോഥെയോസ് 2-ാം വാക്യത്തിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. പ്രിയമുള്ളവരെ, ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു പ്രസംഗമില്ല. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ജീവിതമില്ല. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സുവിശേഷ പ്രവർത്തനമില്ല. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ട്രാക്റ്റില്ല. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ടൊരു പുസ്തകമില്ല. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ടൊരു യോഗമില്ല. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മയില്ല. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്രൂശ്, കാൽവറിയിലെ ക്രൂശ്, നമുക്ക് വേണ്ടി മരിച്ചുയർത്തവനായ യേശുവിൻ്റെ ക്രൂശ്. ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും നമ്മൾ മറഞ്ഞിരിക്കുകയാണ്. പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്തുമാത്രമാണ്? ക്രൂശ്. നമ്മളോട് സുവിശേഷം പറയുമ്പോൾ എൻ്റെ മാഹാത്മ്യം വിളമ്പാനാണെങ്കിൽ ദയവ് ചെയ്ത് പറയരുതേ. നമ്മുടെ മാഹാത്മ്യം വെളിവാക്കാനല്ല നമ്മൾ സുവിശേഷം അറിയിക്കുന്നത്. നമ്മൾ വീടുകൾ കയറി ഇറങ്ങുന്നത് നമ്മുടെ കുലമഹിമ വെളിപ്പെടുത്താൻ വേണ്ടിയല്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്. നമുക്ക് ഇവിടെ കണ്ണുകളെ അടയ്ക്കാം.